തോമസ് ചാഴികാടനെ കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, MP ഫണ്ട് 100% വിനിയോഗിച്ചതിൻ്റെ തലപ്പൊക്കം, വിവാദരഹിതമായ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ, ഇതൊക്കെ ചാഴികാടൻ്റെ പ്രത്യേകതകളാണ്. ഉള്ളു നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തോമസ് ചാഴികാടൻ വീണ്ടും ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. മണ്ഡലം നിറഞ്ഞു നിന്ന 5 വർഷങ്ങൾ കോട്ടയത്തെ ചാഴികാടൻ്റെ ജനകീയത 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പലവിധ പരിമിതികളാൽ വീർപ്പുമുട്ടിയ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് ചാഴികാടൻ നിരന്തരം ഇടപെടലുകൾ നടത്തി. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നേരിട്ടെത്തി വിലയിരുത്തി. MP ഫണ്ട് 100% ചെലവഴിച്ച് സംസ്ഥാനത്തെ MPമാരിൽ ഒന്നാമനായി. പാസ്പോർട്ട് സേവാ കേന്ദ്രം അപ്രതീക്ഷിതമായി കോട്ടയത്തെ പൂട്ടിയപ്പോൾ മാസങ്ങൾക്കുള്ളിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമായി പുതിയ ഓഫീസ് തുടങ്ങാനായത് ചാഴികാടൻ്റെ നിരന്തരമായ ഇടപെടൽ മൂലമായിരുന്നു. 2 പതിറ്റാണ്ട് നിയമസഭാംഗമായി കഴിവ് തെളിയിച്ച ശേഷമാണ് 2019 ആദ്യമായി ലോക്സഭയിലെത്തുന്നത്. 1991 ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സഹോദരൻ ബാബു ചാഴികാടൻ ഇടിമിന്നലേറ്റ് മരിച്ചതിനെ തുടർന്ന് പകരക്കാരനായി തോമസ് ചാഴികാടനെ KM മാണി നിയോഗിക്കുകയായിരുന്നു. പാർലമെൻറ്റിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിലാണ് ഭിന്നശേഷിക്കാർക്ക് കിട്ടാതെ കിടക്കുന്ന വലിയ ഫണ്ടിനെക്കുറിച്ച് ചാഴികാടന് അറിവ് ലഭിച്ചത്. മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാർക്ക് പരമാവധി കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. കേന്ദ്രത്തിന് കത്തെഴുതി. ഇതുവഴി മണ്ഡലത്തിലെ 1600 ഭിന്നശേഷിക്കാർക്ക് സഹായം ലഭിച്ചു. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര നിലപാടിനെതിരെ പാർലമെൻറ്റിൽ ആദ്യം ശബ്ദമുയർത്തിയത് തോമസ് ചാഴികാടനായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗം, കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗം, ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ്, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി, ബാബു ചാഴികാടൻ ഫൗണ്ടേഷൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ചരിത്രമാണ് ചാഴികാടനുള്ളത്.